ഇവിടെയാണ് പരാജയപ്പെടുന്നത്. രണ്ടാമത് ഇന്നത്തെ ഒളിച്ചോടിപ്പോയ കുട്ടികളിൽ നടത്തിയൊരു പഠനമുണ്ട് കേരള ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടാതെ വരുമ്പോഴാണ് കുട്ടികൾ പല പ്രശ്നങ്ങളിലേക്കും എടുത്തു ചാടപ്പെടുന്നത്. കുട്ടികൾക്ക് വേണ്ട സ്നേഹവും അംഗീകാരവും വീടുകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ മയക്കുമരുന്നുകൾ ഇപ്പോൾ പറഞ്ഞ നേരത്തെ ഓവുകാലം കമ്മിറ്റി സൂചിപ്പിച്ചല്ലോ, ഇതുപോലെ കമ്മിറ്റികളിൽ എന്ത് കിട്ടുന്നു എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ പരസ്പരം സ്നേഹമുണ്ട്. ഈ കൂട്ടുകാർ മദ്യപിക്കുന്നുണ്ടെങ്കിൽ പോലും അതേപോലെ തന്നെ അവർ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും അവർ തമ്മിലുള്ള തുറന്നു പറയുന്ന ഒരു സ്നേഹമുണ്ട്. ഒരുത്തന് വേദനിച്ചാൽ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും വേദനിക്കും. ഒരുത്തനൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ 500 രൂപ എൻ്റെ കീശയിലുണ്ടടാ, കുട്ടിക്ക് ഒരു അത്യാവശ്യം വന്നാൽ പോലും നമ്മുടെ രക്ഷിതാക്കള് പൈസ ഉണ്ടായിട്ടും പഠനകാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ എടുത്തു കൊടുക്കാൻ നമ്മൾ മടിക്കും. ഈ സ്നേഹം അത് വാക്കില്, പ്രവൃത്തിയില്, നോട്ടത്തില്, സ്പർശനത്തില് എല്ലാത്തിലും നമുക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റണം, അനുഭവിക്കാൻ പറ്റണം. അപ്പൊ വീട്ടിൽ നിന്ന് ഈ സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റെവിടെ കിട്ടുമെന്ന് കുട്ടി അന്വേഷിക്കും, അവിടെ പോയത് വാങ്ങിയിരിക്കും. അപ്പോൾ ഓവുകാലം കമ്മിറ്റികൾ രൂപപ്പെടും. ഓവുകാലം കമ്മിറ്റിയുടെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് അത് ഗുരുതരമായ മയക്കുമരുന്ന് പ്രശ്നങ്ങൾ, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ മാഫിയ സംഘങ്ങൾ, ഇതിലേക്കൊക്കെ ആളുകൾ അടുപ്പിക്കപ്പെടും. നമ്മൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ മാഫിയ സംഘങ്ങളെ കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ അവിടെ കൃത്യമായിട്ട് മനഃശാസ്ത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ പരസ്പരം സ്നേഹം കൊടുക്കുന്നു, അംഗീകാരം കൊടുക്കുന്നു. ചെറിയ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ കിട്ടുന്നത് വലിയ അംഗീകാരം. ഈ അംഗീകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇവനെ കുറ്റവാളിയാക്കി വളർത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത്. ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവം തന്നെ ഞാനൊന്ന് പങ്കുവയ്ക്കാം. ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തുമായി ഒരു വീട്ടിൽ പോവുകയാണ്. ആ വീട്ടിൽ പോയിട്ട് ഒരല്പം വെയിറ്റ് ചെയ്തു. അവൻ ഡൽഹിയിലേക്ക് യാത്ര പോവുകയാണ്. ഈ കുട്ടി കല്യാണം കഴിച്ച ഒരു കുട്ടിയുള്ള കുട്ടി, ഒരു 26 വയസ്സായ ഒരു യുവാവ് കേട്ടോ, കല്യാണം കഴിച്ച ഭാര്യയുണ്ട്, ഒരു മോനുണ്ട്. അവൻ ഡൽഹിയിലേക്ക് യാത്ര പോവുക. മോനെ, എൻ്റെ ട്രെയിനിൻ്റെ സമയമായി, എൻ്റെ വണ്ടിയിൽ കയറണം എന്ന് ഞാനും എൻ്റെ സുഹൃത്തും പറഞ്ഞു. ഇതാ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് ഓടി. 26 വയസ്സായ കുട്ടിയുടെ കാര്യമാണ് പറയണേ. അകത്തേക്ക് പോയി. ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോണ്ട് അവൻ നാണം കുണുങ്ങി മുഖം തുടച്ചിങ്ങനെ വരുന്നേ, വായിൽ എന്തോ കടിച്ച് തിന്നുന്നുണ്ട്. എന്താണ് നീ ഇപ്പൊ തിന്നണേ എന്ന് ചോദിച്ചു. എൻ്റെ ഉമ്മ എനിക്ക് എന്നും തരാറുള്ള ഒരു ഉരുള ചോറ് എനിക്കുമ്മ വായിൽ വെച്ച് തന്നു, അത് കിട്ടാതെ ഈ മോൻ അങ്ങോട്ട് ഇറങ്ങൂലട്ടോ എന്ന് ചിരിച്ചോണ്ട്. അതിനെത്ര നാണത്തോടെ ഉമ്മ ചോറുന്നുമ്പോ എന്നെ ഇവിടെ ഒന്ന് കിസ് ചെയ്യുന്നത്, അത് തുടച്ചതാണ് ഞാനെന്ന്. നോക്കൂ നിങ്ങൾ, ഇത് ആർക്കാ കൊടുത്തത്? 26 വയസ്സുള്ള കല്യാണം കഴിച്ച ഒരു കുട്ടിയുടെ ഒരു ഉപ്പയ്ക്ക്. ആ ഉപ്പ ഒരു മകനാണ്, ആ മകന്റെ ഉമ്മയാണ് ഇത് കൊടുത്തത്. അപ്പൊ ചെറുപ്പത്തിലെ കുട്ടിക്ക് 5ഉം 6ഉം 2ഉം വയസ്സായ കുട്ടികളെ വാരിപ്പുണരാനും അതിനെ കിസ് ചെയ്യാനും എന്ത് ഹാപ്പിയാണ് നമ്മുടെ വീട്ടിലൊക്കെ. പക്ഷേ 10-20 വയസ്സായ ഒരു മോന് ഇതുപോലെ ഒരു കിസ് കൊടുത്താൽ എന്തേ നമ്മുടെ മക്കൾ വഴിതെറ്റുമോ? എവിടെയാണ് ഇവിടെ സംഭവിച്ചത്? ഈ ഒരു സ്നേഹമാണ് വേണ്ടത്, ഈ ഒരു കിസ്സാണ് വേണ്ടത് എന്നാണ് സാറിൻ്റെ ആ ഒരു ഡിസ്കഷനിലൂടെ നമുക്ക് മനസ്സിലായതും. അപ്പം വീട്ടിൽ കുട്ടികൾക്ക് വേണ്ട സ്നേഹം വീട്ടിൽ നിന്ന് കൊടുത്താൽ വഴി തെറ്റുകയില്ല, ഇത്തരം ഓവുപാലത്തിൽ പെട്ടുപോകുകയില്ല എന്നാണ് ഈ ഡിസ്കഷനിലൂടെ നമ്മൾ ഉൾത്തിരിഞ്ഞത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്ത് വേണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഒന്ന്, സ്നേഹം, അത് വളരെ കൃത്യമായി കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ ആ സ്നേഹവും അന്വേഷിച്ച് അവർ മറ്റെവിടെയെങ്കിലും പോയി കുടുങ്ങാം, അവരുടെ ഭാവി നഷ്ടപ്പെടാം എന്നുള്ളതാണ്. ഇനി മക്കൾക്ക് എന്ത് വേണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അംഗീകാരവും കൂടെ ലഭിക്കണം. മക്കൾ നല്ലത് ചെയ്യുന്നോ ചീത്ത ചെയ്യുന്നോ നന്മയ്ക്ക് അംഗീകാരം കിട്ടണം. അത് നന്നായി മോനെ എന്നൊരു രക്ഷിതാവ് എപ്പോഴാണ് മുഖത്ത് നോക്കി പറയുന്നത്, അതാണ് ആ മക്കളുടെ ആഗ്രഹവും അവർ ഉദ്ദേശിക്കുന്നതും. ഇപ്പൊ എൻ്റെ ഉപ്പ എന്നോട് പറയാ, മോനെ നീ ഉഷാറായല്ലോടാ, നീ മിടുക്കനാണ് എന്ന് പറയുന്നത്, അഥവാ എൻ്റെ ഉപ്പ എന്നോട് പറയാ, മോനെ നീ മിടുക്കനാണ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തൊരു മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ഇതും കൂടെ കിട്ടണം. ഇതാണ് അംഗീകാരം. നമുക്ക് ഈ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി അല്ല മക്കൾക്ക് എന്ത് അംഗീകാരം കൊടുക്കണേ, രക്ഷിതാവ് എന്താ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ജീവിതം എന്ന് പറയുന്നത് അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചിലാണ്. കറക്റ്റ്. നമ്മളൊക്കെ തന്നെയാണെങ്കിൽ പോലും എന്തിനാ ഇപ്പം നല്ല വസ്ത്രം ധരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് മുടി ചീകി പൗഡർ ഇട്ട് ഒരുങ്ങി പുറപ്പെടുന്നത് എന്തിനാ? ആരെങ്കിലുമൊക്കെ ഒരു അംഗീകാരം കിട്ടണം. ആരും കിട്ടിയില്ലെങ്കിൽ പോലും കണ്ണാടി നോക്കിയിട്ട് നമ്മളുടെ ഒരു അംഗീകാരം ഉണ്ട്, ഒന്ന് തല കുലുക്കിയിട്ട്, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ഒന്ന് തല കുലുക്കിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകാറുള്ളത്. അപ്പോൾ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അംഗീകാരം എന്നുള്ളത്. പക്ഷെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന SLC +1 +2 ഡിഗ്രി കുട്ടികളുടെ കേസുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് കിട്ടാതെ പോകുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംഭവം അംഗീകാരമാണെന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രോഗ്രസ് കാർഡ് വീട്ടിൽ വരുന്ന ഒരു സാഹചര്യം നമുക്ക് നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ ചർച്ച ചെയ്ത് തുടങ്ങാറുള്ളത്
ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇയും ഡിയും ഗ്രേഡുള്ള കൊടുക്കുന്നതായിരിക്കും ഏറ്റവും മോശമല്ല. കണക്കിന് ഇ ഗ്രേഡ് നമ്മൾ പറയുന്ന കാര്യമുണ്ട്. നിന്നെയൊക്കെ പഠിപ്പിച്ച സമയത്ത് ഒരു വായ വെച്ചിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തേക്ക് എത്ര കൊലവെട്ടായിരുന്നു എന്ന് ചോദിക്കുന്ന സാധാ ചോദ്യങ്ങളുണ്ട്. ഈ കണക്കിലെ പ്രോഗ്രസ് കാർഡിലേക്ക് നോക്കിയിട്ട് കണക്കിന് നിനക്ക് ട്യൂഷൻ തന്നു, ലേബർ ഇന്ത്യ വാങ്ങി തന്നു, ഇങ്ങനെ 10 തവണ നമ്മൾ പറഞ്ഞാൽ മതി, പിന്നെ ജീവിതത്തിലോ കണക്ക് പഠിക്കൂല എന്നുള്ളത് ഗ്യാരണ്ടി. നെഗറ്റീവ് മാത്രമാണ് അവനെ. അത് നമ്മൾ നാട്ടിൽ പറയുന്ന ഒരു കാര്യമില്ല. 10 തവണ പൊട്ടാന്ന് വിളിച്ചാൽ പിന്നെ അവൻ പൊട്ടനാവും, ഓട്ടോമാറ്റിക്കലി പൊട്ടനായി മാറി. നമ്മൾ ശരിക്കും എന്താന്ന് വെച്ചാൽ രക്ഷിതാക്കളും അധ്യാപകരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് പൊട്ടന്മാരെയും മന്ദബുദ്ധികളെയും ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിന് പകരം ഞാൻ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് എൻ്റെ സ്ഥാപനത്തിൽ പരീക്ഷിച്ച കാര്യം കൂടിയാണ്. ഇതിന് അവൻ ആ കുട്ടിയെ വിളിച്ചിട്ട് മലയാളം സെക്കൻഡിൽ A+ ഉണ്ടെങ്കിൽ അവനോട് മലയാളം സെക്കൻഡിൽ A+ ഉണ്ടല്ലോ പുറത്തൊന്ന് തട്ടുക. നിനക്ക് ബയോളജിയിൽ B+ ഉണ്ടല്ലോ, നന്നായി, ഒരു ഹാൻഡ് ഷേക്ക്. നേരത്തെ പരീക്ഷയുടെ മാർക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിനക്ക് ഫിസിക്സിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 2 മാർക്ക് കൂടിയല്ലോ. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവസാനം മോനെ പിടിച്ചിരുത്തിട്ട് കണക്കിൽ കുറച്ച് മാർക്ക് കുറച്ചാണല്ലോ കാണുന്നത്, എന്ത് സഹായ ഉപ്പ ചെയ്തു തരേണ്ടത്, എന്ത് സഹായ ഉമ്മ ചെയ്തു തരേണ്ടത്? 100% ഗ്യാരണ്ടി പറയാം, അടുത്ത കണക്ക് പരീക്ഷയിൽ 5 മാർക്ക് കൂടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത് പുസ്തകത്തിൽ വായിച്ച കഥയല്ല ഞാൻ പറയുന്നത്. എൻ്റെ കുട്ടികളുടെ അടുത്ത്, എൻ്റെ സ്വന്തം മക്കളുടെ അടുത്ത്, എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ അടുത്ത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ അവരെ അംഗീകരിക്കുക, അവസരം കിട്ടുമ്പോൾ അവരെ പുറത്തൊന്ന് തട്ടുക, അവസരം കിട്ടുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഇത് മാത്രം ചെയ്താൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ രക്ഷപ്പെടും. ഇങ്ങനെ നമ്മുടെ മുഴുവൻ രക്ഷിതാക്കളും ചെയ്യുകയാണെങ്കിൽ ഒരു ഉറപ്പാണ്, 10 വർഷത്തിന് ശേഷം ഓവാലം കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിക്ക് പ്രസിഡന്റോ സെക്രട്ടറിയോ അന്വേഷിച്ചാൽ കിട്ടാതില്ലാതാവും. അതുകൊണ്ട് സ്നേഹപൂർവ്വം പറയാനുള്ളത് അംഗീകരിക്കുക, മടിക്കാതിരിക്കുക, നല്ലത് കണ്ട് അംഗീകരിക്കുക, നല്ലത് ആളുകളെ കേൾക്കെ പറയുക. പോരായ്മകളുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് സ്നേഹപൂർവ്വം പറയാം. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് കുട്ടികൾ പലപ്പോഴും മറുപടി പറയേണ്ടി വരും, കളവ് പറയേണ്ടി വരും. ഇങ്ങനെ ആവാൻ എന്താ കാര്യമെന്ന് സ്നേഹത്തോടെ ചോദിക്കുക, കുട്ടി സത്യം പറയും. അപ്പോൾ കുട്ടിയെ നന്നാക്കണോ? നമുക്ക് കുട്ടിയെ എന്ത് ചെയ്യാം? മെയ്ക്ക് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാം, കുട്ടിയെ തകർക്കാം. ഇതിൻ്റെ 2 സിദ്ധൌഷധങ്ങളാണ് പറഞ്ഞ സ്നേഹവും അംഗീകാരവും. ഇങ്ങനെ അംഗീകാരവും സ്നേഹവും കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബോണസ് കിട്ടാനുണ്ട്. അതാണ് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്കുള്ള ശാന്തി. വയസ്സുകാലത്തുണ്ടാവുന്ന പലതരത്തിൽപ്പെട്ട മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ശരീരത്തിനുണ്ടാവുന്ന, മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയും. ഇത്തരം അസുഖങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ, എനിക്ക് നിങ്ങളുടെ സ്വഭാവ രീതിയിൽ മാറ്റം വരുത്തുകയും സ്നേഹവും അംഗീകാരവും കൊടുക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ എപ്പോഴെങ്കിലും ഓർക്കേണ്ടി വരും, ഓർമ്മ ഉണ്ടാവില്ല. അത് പ്രൂവൻ, തെളിയിക്കപ്പെട്ട റിസൾട്ടുകളാണ് ഞാൻ പറയുന്നത്. എൻ്റെ കേസുകളിലൂടെയും ഒരുപാട് പഠനങ്ങളിലും തെളിയിക്കപ്പെട്ട സത്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സ്നേഹം കൊടുക്കുക, അംഗീകാരം കൊടുക്കുക. നാളെ ഇതൊക്കെ നമുക്ക് പലിശ സഹിതം അല്ലെങ്കിൽ ഒരുപാട് മടങ്ങായിട്ട് മക്കൾ തിരിച്ചു തരും. ഞാൻ ഒരു ചെറിയ കാർട്ടൂൺ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാനടുക്ക പത്രത്തിൽ കണ്ട ഒരു കാർട്ടൂൺ ഉണ്ട്. അച്ഛനെയും അമ്മയും ഒരു വൃദ്ധസദനത്തിലേക്ക് 2 കൈയും പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കുട്ടിയോട് അയൽക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ ഇക്കാര്യം ചെയ്യുന്നത്? അപ്പോൾ കുട്ടി പറയുന്ന മറുപടി ഉണ്ട്, ഞാൻ LKG പഠിക്കുന്ന അന്നു മുതൽ എന്നെ ബോർഡിങ്ങിൽ ചേർക്കുന്ന കാലത്ത് ഒരു കൈ അച്ഛനും ഒരു കൈ അമ്മയും പിടിച്ചിട്ട് ഇതേപോലെ കൊണ്ടുപോയി ആക്കിയിരുന്നത്. എൻ്റെ ജീവിതകാലം അധികവും ബോർഡിങ്ങിലായിരുന്നു, വീട്ടിലല്ലായിരുന്നു. പിന്നെ കിട്ടാത്തത് എങ്ങനെയാ ഞാൻ തിരിച്ചു കൊടുക്കുക? എനിക്ക് തന്നതല്ലേ തിരിച്ചു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മടിക്കാതെ കൊടുക്കുക. നാളെ നമുക്ക് തിരിച്ചു കിട്ടേണ്ടതുണ്ടെങ്കിൽ ഇത് ലോക സത്യമാണ്. ഇതിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലായത്, കൊടുക്കുന്നത് തിരിച്ചു കിട്ടും. സ്നേഹം കൊടുത്താൽ ഭാവിയിൽ നമുക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടും. നിങ്ങൾ ഇന്ന് അവരെ അംഗീകരിച്ചാൽ നാളെ അവർ നിങ്ങളെ അംഗീകരിക്കും. വളരെ സത്യമായ ഒരു കഥ അല്ല, ഇറ്റ് ഈസ് എ ഫാക്ട് ആണ് ഇന്ന് നമ്മൾ ഈ ചർച്ചയിലൂടെ വന്നത്. ഞാനതൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മുടെ മക്കൾ, ഞാൻ പറയാറുള്ളത് ഒരു ബബിൾക്കാണത്രേ, ബബിൾഗം, കടിച്ച് ചവച്ച മധുരമില്ലാത്ത ഒരു ബബിൾക്കാണ്. അത് വലിച്ചാൽ നീളും, ഉരുട്ടിയാൽ ഉരുളും, ബബിൾ രൂപത്തിൽ വീർപ്പിച്ചാൽ ഏറ് കൊടുത്താൽ അത് പൊന്തി വരും, നിലത്തിട്ടാൽ മണ്ണാകും. അത് പിന്നെ എടുത്തു മാറ്റാൻ വളരെ പണിയാണ്. അപ്പോൾ കൊച്ചുമക്കളെ ഈ ബബിൾഗം പോലെ കാണുകയാണെങ്കിൽ അത് വൃത്തികേടാകാതെ സൂക്ഷിക്കണമെങ്കിൽ അവരെ നിങ്ങൾ സ്നേഹിക്കുക, അവരെ നിങ്ങൾ അംഗീകരിക്കുക. ഇത് രണ്ടും ഭാവിയിൽ നിങ്ങൾക്ക് നാളെ തിരിച്ചു കിട്ടുമെന്നാണ് നമ്മുടെ ഈ ചർച്ചയിലൂടെ ഇന്ന് ഉൾത്തിരിഞ്ഞത്. ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.
വൈജ്ഞാനിക രംഗത്തെ വളർച്ചയും വികസനവും യഥാസമയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒട്ടേറെ ജനവിഭാഗങ്ങൾ നമുക്കിടയിലുണ്ട്. ഈ രംഗത്ത് വളരെയേറെ പിന്നിലായിരുന്ന ഒരു പ്രദേശമായിരുന്നു മലബാർ. ടെക്നോളജിയുടെ വളർച്ച വിജ്ഞാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ഗുണഫലം ലഭ്യമായതിന് മികച്ച ഉദാഹരണങ്ങളിലൊന്നായി മലപ്പുറത്തെ ചൂണ്ടിക്കാണിക്കാനാകും. കമ്പ്യൂട്ടർ സാക്ഷരതയുടെ രംഗത്തേക്ക് മലപ്പുറം കടന്നു വന്നപ്പോൾ നമുക്കിടയിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. സാധാരണക്കാരായ അക്ഷരങ്ങൾ കൂട്ടിവായിക്കാൻ അറിയാത്ത ഒരു ജനവിഭാഗത്തിൻ്റെ കയ്യിൽ ആധുനിക ടെക്നോളജിയുടെ ഏറ്റവും പുതിയ മുഖമായ കമ്പ്യൂട്ടർ മൗസ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്കതിൽ വിജയിക്കാനാകുമോ? കുറേ സാങ്കേതിക വിദഗ്ധന്മാരെ കണ്ടെത്തുക എന്നതായിരുന്നില്ല നമ്മൾ തിരഞ്ഞെടുത്ത മാർഗം. അതിനപ്പുറം കമ്പ്യൂട്ടറിൻ്റെ സാധ്യതകൾ എന്താണെന്നും സമൂഹത്തിൽ അത് സൃഷ്ടിച്ചേക്കാവുന്ന വിപ്ലവകരമായ മുന്നേറ്റം എന്താണെന്നും അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തത്. കമ്പ്യൂട്ടറിനെ ബോധ്യപ്പെടുത്തുകയും കമ്പ്യൂട്ടറിൻ്റെ സാധ്യതകളെ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കി കൊടുക്കുകയും ചെയ്തതോടുകൂടി ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിൽ വലിയ മുന്നേറ്റമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായത്. നേരത്തെ തങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടായിരുന്ന ടെലിഫോൺ സൗകര്യം അവരുപയോഗിച്ചിരുന്നത് ബന്ധുക്കളുമായി ടെലിഫോണിൽ സംസാരിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ അതിന് ഇൻ്റർനെറ്റിൻ്റെ ഒരു സാധ്യത കൂടിയുണ്ട്. അത് സാമ്പത്തിക രംഗത്ത് വലിയ ലാഭമുണ്ടാക്കും, വൈജ്ഞാനിക രംഗത്ത് കുറേ സാധ്യതകൾ തുറക്കും, വിദ്യാർത്ഥികളുടെ പഠന രംഗത്ത് അത് ഉപകാരപ്രദമാകും എന്നൊക്കെ തിരിച്ചറിയാൻ ഒരവസരമുണ്ടാക്കിയപ്പോൾ പലരും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ ടേപ്പ് റെക്കോർഡറിനും ടെലിവിഷനും ഒക്കെ അവധി കൊടുത്ത് പലരും ഒരു കമ്പ്യൂട്ടറെങ്കിലും തൻ്റെ വീട്ടിലെത്തിക്കുക എന്നുള്ളതായിരുന്നു ദൗത്യം. ഏറെക്കുറെ ഈ ദൗത്യം പൂർണ്ണമായതോടൊപ്പം തന്നെ പുതിയ തലമുറക്ക് വിപ്ലവകരമായൊരു മാറ്റത്തിന് വഴിയൊരുക്കാനാണ് അന്നത്തെ ജില്ലാ ഭരണകൂടവും തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതി. എല്ലാ സ്കൂളുകളിലും നിർബന്ധമായി കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം പഠിക്കാൻ അവസരമുണ്ടാക്കുക എന്ന ആ ലക്ഷ്യം ഇന്ന് സംസ്ഥാനത്തുടനീളം കൈവരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് എഡ്യൂസാറ്റ് എന്ന പദ്ധതി വന്നത്. ഏഷ്യയിലുള്ള ഏത് വിദ്യാഭ്യാസ വിചക്ഷകനുമായും തൻ്റെ വിദ്യാർത്ഥിക്ക് തൻ്റെ വീട്ടിലിരുന്ന് തൻ്റെ വിദ്യാലയത്തിലിരുന്ന് ഇൻട്രാക്ഷൻ നടത്താൻ കഴിയുന്ന ഒരു ഉയരത്തിലേക്ക് വിദ്യാർത്ഥി എത്തിച്ചു. ഇതിൻ്റെ ഗുണഫലം പിന്നീടുണ്ടായ ഓരോ മത്സര പരീക്ഷകളിലും പ്രകടമാകുകയായിരുന്നു. ഈ മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ പലപ്പോഴും അനുഭവിച്ചിരുന്ന ഒരു പ്രയാസം, മത്സര പരീക്ഷകളിൽ നേരിടാൻ അവർക്കാവശ്യമായ ഗ്രന്ഥങ്ങളുള്ള ലൈബ്രറി മലപ്പുറത്തുണ്ടായിരുന്നില്ല. ഗ്രന്ഥശാലകളില്ലാത്തത് കൊണ്ട് തന്നെ ആവശ്യമായ റെഫറൻസ് നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമായതോടുകൂടി അതിനുള്ള പരിഹാരം ആവുകയും അതോടൊപ്പം തന്നെ പിന്നീടുണ്ടായൊരു ഗുണപരമായ മാറ്റം, എല്ലാ മത്സര പരീക്ഷകളുടെ ലിസ്റ്റ് പുറത്തു വരുമ്പോഴും മലബാർ മേഖലയിലുള്ള കുട്ടികൾ വളരെ ഉന്നതമായ വിജയം വരിക്കുകയും ചെയ്ത അത്ഭുതകരമായ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിച്ചു. ഇപ്പോഴാകട്ടെ ആ ഇൻ്റർനെറ്റ് സൗകര്യം തൻ്റെ കൈപ്പിടിയിൽ ഉള്ള മൊബൈൽ ഫോൺ ഒരു കൊച്ചു കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗങ്ങളിലേക്ക് മാറുന്നതോടുകൂടി വിപ്ലവകരമായ ഒരുപക്ഷെ നാളെ ഒരു നല്ല മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു വൈജ്ഞാനിക വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ ഈ മുന്നേറ്റം വഴി സാധ്യമാവുകയാണ്. കമ്പ്യൂട്ടറിൻ്റെ വിനിയോഗം നമ്മുടെ സമൂഹത്തിനിടയിൽ ഇത്ര വലിയ മാറ്റങ്ങൾക്കൊക്കെ വഴിയൊരുക്കുമ്പോഴും കമ്പ്യൂട്ടറും മൊബൈൽ ഫോൺ വഴിയുമൊക്കെ ഇൻ്റർനെറ്റ് സംവിധാനം വരുന്നതോടുകൂടി തെറ്റായ ചില പ്രവണതകൾ സമൂഹത്തിൽ വളരാനും അധാർമികമായ വഴികളിലേക്ക് യുവസമൂഹത്തെ നയിക്കാനും അത് കാരണമായേക്കുമോ എന്നുള്ള ഒരു വലിയ ഭീതി നമ്മുടെ സമൂഹത്തെ ഇപ്പോൾ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. സത്യത്തിൽ അതിലൊരല്പം സത്യമുണ്ട് എന്നത് നിഷേധിക്കാനും കഴിയില്ല. ഇത്തരം വിഷയമാണ് സമൂഹത്തിന് മുമ്പിൽ ഇന്ന് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഇന്ന് കേരളത്തിൽ മൊബൈൽ വ്യവസായ രംഗത്തും അതോടൊപ്പം തന്നെ ടെക്നോളജിയെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിലും വളരെയേറെ പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രിഡ്കോ ആൻഡ് ബിഡ്കോയുടെ ചെയർമാൻ കൂടിയായ ഹംസ അഞ്ചുമുക്കിൽ ഇന്ന് നമ്മോടൊപ്പം എത്തുന്നത്. തീർച്ചയായും ഈ രംഗത്ത് വളരെയേറെ പരിചയസമ്പന്നനായ അദ്ദേഹത്തിന് ഇത്തരം ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. മിസ്റ്റർ ഹംസ, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം,
നമ്മുടെ ഇൻ്റർനെറ്റിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലുമൊക്കെ ഇന്ന് ഇഷ്ടാനുസരണം കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലൈംഗിക ചേഷ്ടകളുടെയും അതുപോലെ തന്നെ ലഹരി ഉപയോഗത്തിൻ്റെയും ഒക്കെ പ്രോത്സാഹനജനകമായ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വിധം ചില ചാനലുകളുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ വിശേഷിച്ചും കൗമാരക്കാരെ വഴിതെറ്റിക്കുന്നൊരവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരുന്നു എന്നുള്ള ഒരു അപകടകരമായ ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇത്തരം ഒരു അപകടകരമായ അവസ്ഥയിൽ നിന്ന് സമൂഹത്തെ മാറ്റിയെടുക്കാൻ എന്ത് ഒരു പരിഹാരമാണ് വർത്തമാനകാലത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങ് കാണുന്നത്? വളരെ വിലപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. കാരണം നമ്മുടെ കമ്പ്യൂട്ടർ, എല്ലാവരുടെ കയ്യിലും ഇന്നൊരു കമ്പ്യൂട്ടർ, ടി വിക്ക് പകരം ഒരു ടേപ്പ് റെക്കോർഡിന് പകരം ഒരു കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞു. ലാപ്ടോപ്പും അതുപോലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുള്ള ഈ കമ്പ്യൂട്ടർ നമ്മുടെ വീടുകളിലും ഇന്ന് വിദ്യാർത്ഥികൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർ വരെ ഇന്ന് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ, പ്രത്യേകമായും കുട്ടികളുടെ കാര്യത്തിൽ ഇൻ്റർനെറ്റിൽ ഇന്ന് ഒരുപാട് ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ യാഹൂ, മെസ്സഞ്ചർ, അങ്ങനെ ഒരുപാട് ചാറ്റിംഗ്, വീഡിയോ ക്യാമറ വെച്ച് ചാറ്റ് ചെയ്യുന്ന ഒരു സംവിധാനവും ഇന്ന് ഇൻ്റർനെറ്റിലുണ്ട്. ഇതിൽ ഒരല്പം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം ഈ ഇൻ്റർനെറ്റിൽ ചാറ്റ് ചെയ്യുന്നത് സൗജന്യമാണ്. ഒരു ക്യാമറ കണക്ട് ചെയ്യാൻ അവർ അനുവാദം തരുന്നത് ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ. അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഫ്രീ ആക്കുന്നത് എന്തിനാണ് എന്ന് അത് വ്യക്തമായി അതിൽ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട്. ഏതൊരാൾക്കും ഇൻ്റർനെറ്റിൽ ഒരു അഡ്രസ്സ് തരുമ്പോൾ നമുക്കതിൻ്റെ അടുത്തൊരു എഗ്രിമെൻ്റ് ഉണ്ട് സൈൻ ചെയ്യാനുള്ള. അതിൽ ആ എഗ്രിമെൻറ്റിൽ പറയുന്നത് ഇത് സേഫ് അല്ല, ഇത് സെക്യൂർഡ് അല്ല, ഇത് ഞങ്ങൾ വിറ്റ് കാശാക്കും, അതിന് സമ്മതമാണോ എന്നാണ് നമ്മൾ ഒപ്പിടണം യെസ് എന്ന്. മാത്രമല്ല ഇതിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് എന്നും അവർ ഒപ്പുവെക്കാൻ പറയുന്നുണ്ട്. നമ്മൾ അതെ എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ ക്യാമറ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കൂട്ടുബന്ധങ്ങൾ അതിലൂടെ വരും. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പെങ്ങന്മാരും ഭാര്യമാരും വിദേശവുമായി സംസാരിക്കുന്നതൊക്കെ ഹാക്കേഴ്സ് കടന്നുകൂടാറുണ്ട്. ഇപ്പോൾ അതിവിദഗ്ധമായ ഹാക്കേഴ്സ്. ഇനി ഹാക്കർ ഒരു ഫ്രണ്ട് രൂപത്തിലും വരും. ഇങ്ങനെ അവരുമായി ചങ്ങാത്തം കൂടി നമുക്ക് ആ കുട്ടികളെ ഒരു ഫ്രണ്ടായിക്കൊണ്ട് അവർ മിസ്യൂസ് ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ട്. ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പരിചയമില്ലാത്തവരോട് ചങ്ങാത്തം വളരെ പെട്ടെന്ന് കൂടാതെ ഇരിക്കുക, നമ്മുടെ വിലപ്പെട്ട രേഖകളൊക്കെ അവർക്ക് കൊടുക്കാതിരിക്കുക, പകരം ക്യാമറ കണക്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചാറ്റിംഗ് സൂക്ഷിക്കുക. അത് അവർ തന്നെ ആകുമോ എന്ന് സംശയമാണ്. തലയൊക്കെ വെട്ടിമാറ്റി പല രൂപത്തിലും മോർഫിംഗ് നടത്തിയ ആളുകളായിരിക്കും ഇതിൻ്റെ പുറകിൽ. ആണെന്ന് പറയുമ്പോൾ അത് ആണാവില്ല, പെണ്ണായിരിക്കും, പെണ്ണെന്ന് പറയുന്നത് ആണായിരിക്കും. ഇത്തരം ചതിയിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് ഇത് സൂക്ഷിച്ചാൽ നമുക്ക് ഒരു രക്ഷപ്പെടാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇമെയിൽ, ഇൻ്റർനെറ്റൊക്കെ ചെയ്യുന്നുണ്ട് എന്ന്. ഇവിടെയും ഒരല്പം ചതിയുണ്ട്. കാരണം ഇന്ന് ഇൻ്റർനെറ്റിൽ ഈ പറയുന്ന ഡാറ്റകൾ അയക്കുന്നത് നമുക്ക് എന്തും അയക്കാം. ക്യാമറ കണക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചാറ്റിംഗ്, വിദേശത്തുള്ള, ഉദാഹരണത്തിന് വിദേശത്തുള്ള ഭർത്താവുമായി നാട്ടിലെ ഭാര്യ രാത്രി സമയത്ത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ക്യാമറ കണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. അത് വളരെ നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ്, കണ്ടുകൊണ്ട് സംസാരിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ ക്യാമറ കണക്ട് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ക്യാമറ മുഖത്തിൽ നിന്ന് മാറ്റരുത്. അധിക ഫാമിലിയിൽ നിന്നും ഞാനൊരു സർവേ നടത്തി, വിദേശത്തൊക്കെ പോയി സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, കുടുംബങ്ങൾ ഇപ്പോൾ മറ്റാരും കാണുന്നില്ലല്ലോ, ഭാര്യയും ഭർത്താവും മാത്രമല്ലേ എന്ന് വിചാരിച്ച് അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ കുറച്ചുകൊണ്ട് തന്നെ മുഖത്ത് നിന്ന് ക്യാമറ താഴോട്ട് താഴ്ത്താറുണ്ട്. കാരണം ഭാര്യയും ഭർത്താവുമാണ്, മറ്റാരും ഇല്ലല്ലോ, പൂർണ്ണമായും കാണാനുള്ള ഒരു ആഗ്രഹം എന്ന പേരിൽ. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഈ സംഗതി നടക്കുമ്പോൾ ഹാക്കേഴ്സ് ഇത് നുഴഞ്ഞു കയറി ഇതിൻ്റെ ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒറിജിനലിന് ഭയങ്കര ഡിമാൻഡാണ് ഇത് ഇൻ്റർനെറ്റിൽ. അഭിനയിച്ച പടങ്ങൾക്കോ ചിത്രത്തിനോ ഇന്ന് വലിയ ഡിമാൻഡൊന്നുമില്ല. ഇംഗ്ലീഷുകാർ അഭിനയിച്ച് ആർക്കും വേണ്ട. പകരം ഇതുപോലത്തെ പ്രത്യേകിച്ച് മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ നാച്ചുറലായി കൊടുക്കുന്ന ഇത്തരം ചിത്രങ്ങൾ അവരെന്ത് ചെയ്യും, അത് കട്ട് ചെയ്ത് അതേ വെബിൽ തന്നെ ഇട്ട് മറ്റൊരു വെബിൽ എവിടെയെങ്കിലും പരസ്യം കൊടുത്ത് ഒറിജിനൽ വീഡിയോ ക്ലിപ്സ് $5 $10 എന്ന് പറഞ്ഞ് അതിൽ വിൽപ്പന നടത്തുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നിരപരാധികളായ ഇത്തരം കുടുംബിണികളും കുടുംബക്കാരും ഇതിലകപ്പെട്ടു പോകുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മാത്രമാണ്, ഈ ക്യാമറ മുഖത്ത് നിന്ന് താഴ്ത്തരുത്. ഇതാണ് മാന്യ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ വീഡിയോ ചാറ്റിംഗ് വേണ്ട എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ക്യാമറകൾ താഴ്ത്തി സംസാരിക്കുമ്പം ഇത് കോപ്പി ആകുന്നുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കണം. കാരണം ഇതിനെതിരെ ആരെതിരിലും പോകാൻ നമുക്ക് പറ്റില്ല. കാരണം അത് നേരത്തെ നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു പോയി, ഇതിൽ കൊടുക്കുന്ന ഡാറ്റകൾക്ക് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന്. അപ്പോൾ ഹാക്കേഴ്സ് അത് വിൽപ്പന നടത്തിയിരിക്കും. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം,
നമ്മുടെ കേരളത്തെ പോലെയുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് പോലും ഇപ്പം മൊബൈൽ ഉപയോഗിക്കുന്നവർ ഏകദേശം 3.5 കോടിയോളം മൊബൈൽ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നവർ കേരളത്തിലുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി 4.5 കോടി ജനസംഖ്യയുള്ളൊരു സംസ്ഥാനത്ത് അതിൻ്റെ പരമാവധി ഉപയോഗിച്ച് തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഉപയോഗിക്കുന്നവരൊക്കെ സാധാരണക്കാരായ ആളുകളാണ്. ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു അവബോധമില്ല. കാരണം അവരിത് ഉപയോഗിച്ച് തുടങ്ങുന്നു, ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന വിപത്തുകളൊക്കെ പിന്നീടാണ് അവരറിയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു പിച്ചാത്തി ഉണ്ടെങ്കിൽ ആ പിച്ചാത്തി ഒരാളെ കുത്തിക്കൊല്ലാൻ കഴിയും എന്നെല്ലാവർക്കും അറിയാം. ആ പിച്ചാത്തി കൊണ്ട് പച്ചക്കറി വെട്ടാനും അറിയാം. പക്ഷെ പച്ചക്കറി വെട്ടാനാണ് പിച്ചാത്തി എന്നുള്ള ധാർമ്മികമായ തിരിച്ചറിവാണ് അതുകൊണ്ട് മറ്റൊരു കുറ്റകൃത്യം ചെയ്യാൻ നമ്മൾ ഉപയോഗപ്പെടുത്താത്തത്. അതുപോലെ തന്നെ ഈ കാര്യത്തിലും ഒരു ധാർമ്മികമായ തിരിച്ചറിവ് സമൂഹത്തിന് ഉണ്ടാക്കാൻ ഏത് രീതിയിലുള്ള അവബോധം സൃഷ്ടിക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഓക്കെ, അത് മൊബൈലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണത്. പറഞ്ഞു 3.5 കോടിയിലധികം മൊബൈൽ ഫോൺ ഇന്ന് കേരളത്തിൽ അല്ല മറ്റ് കേരളത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. വളരെ കറക്റ്റാണ്. കാരണം ഈ മൊബൈൽ ഫോണ് ഒരാൾക്കിന്നൊരു മൊബൈലല്ല, 2-3 മൊബൈലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പ്രധാന ഒരു വില്ലൻ എന്ന് പറയുന്നത് ക്യാമറ ഫോണുകളാണ്. ഞാൻ ആ ക്യാമറ ഫോണിനെ കുറിച്ചാവട്ടെ ആദ്യത്തെ എൻ്റെ ഒരു ഇൻഫർമേഷൻ. ഇന്ന് ക്യാമറ ഉള്ള മൊബൈൽ ഫോണിന് വലിയ വിലയൊന്നും അധികം വേണ്ട. പണ്ട് കാലത്തൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ നമ്മൾ ലാബിലും ലബോറട്ടറിയിലും സ്റ്റുഡിയോയിൽ പോയിട്ട് ഇരുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കഴുകി എടുത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബൾഗറായ ഒരു ഫോട്ടോ നമ്മൾ എടുക്കില്ല, കാരണം മറ്റുള്ളവരത് കാണും. പക്ഷെ ആ ഒരു പ്രശ്നം പരിഹരിച്ചു ഇന്നത്തെ മൊബൈൽ ഫോണിൽ. നമുക്ക് സ്വന്തമായി നമ്മുടെ ഫോട്ടോ ആരും കാണാതെ എടുക്കാം, അത് കാണാം, വായിക്കാം. ഇത് ഇന്ന് കുട്ടികളും മുതിർന്നവരും സ്വന്തം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇൻ്റർനെറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെയും ഈ മൊബൈൽ ഒരു ക്യാമറ വില്ലനാകുന്നുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കും, നോക്കും, അത് മായ്ച്ചു കളയും. വീണ്ടും നല്ല തുണിയും കുപ്പായൊക്കെ ഉരിഞ്ഞിട്ട് മുരിയാദ്യം ഫോട്ടോ എടുക്കും, പലരും എടുക്കും. അത് കുടുംബക്കാരാകും, ഫാമിലിയാകും, കൗമുകിയാവും, കാമുകനാകും, ഭാര്യ ഭർത്താവ്, അങ്ങനെ ഏത് ഫോട്ടോ എടുക്കും, നോക്കും, മായ്ക്കും കേട്ടോ. ഇങ്ങനെ മായ്ച്ച് കഴിഞ്ഞ ഈ മൊബൈൽ ഫോൺ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഉപയോഗിച്ച ഈ ഫോൺ എന്താ ചെയ്യല്? സ്വാഭാവികമായിട്ടും ഉപേക്ഷിക്കും, അല്ലെങ്കിൽ വിൽപ്പന നടത്തും, പഴയ വിലയ്ക്ക് ഇത് വിൽക്കും. ഇവിടെയാണ് ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വാങ്ങുന്ന പഴയ സാധനങ്ങൾ വിറ്റ് ആ വാങ്ങുന്ന അതിവിദഗ്ധനായ ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ, കമ്പ്യൂട്ടറുമായി ബന്ധമുള്ള ടെക്നീഷ്യൻ ആണെങ്കിൽ, ഇവൻ ആദ്യം ഈ മൊബൈലിൽ തപ്പുന്നത് എന്താണെന്നറിയോ? ഇവർ മായ്ച്ച ഫോട്ടോ എന്തൊക്കെയാണ്. മായ്ച്ചാൽ അത് വീണ്ടും കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ഇറങ്ങിയിട്ടുണ്ട്. ഡാറ്റ റീകവറി എന്നാണ് അതിൻ്റെ പേര്. അത് ഏതോ നഷ്ടപ്പെട്ട ഡാറ്റയെ തിരിച്ചെടുക്കാനാണ്. പക്ഷേ ഫോട്ടോയും ഒരു ഡാറ്റയാണല്ലോ. ഈ പ്രോഗ്രാം ഉപയോഗിച്ച് മൊബൈൽ ഫോണിലെ നേരത്തെ മായ്ച്ച് കളഞ്ഞ, നഷ്ടപ്പെടുത്തിയ, മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയ, ഫോർമാറ്റ് ചെയ്ത അതിലൊരു കാര്യം ചോദിക്കുന്നത്, നമ്മുടെ ഈ ചിപ്പ് കൂടി കൊടുത്താലല്ലേ അത് സാധ്യമാവും? ഈ ചിപ്പിലേക്ക് ഞാൻ തിരിച്ചു വരുന്നുണ്ട്. ചിപ്പുള്ള മൊബൈലുണ്ട്, ചിപ്പില്ലാതെ ചിപ്പ് ബിൽട്ടിനായ മൊബൈലും ഉണ്ട്. അപ്പോൾ ആദ്യം ഫോട്ടോ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നേരെ മൊബൈലിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്, പിന്നെയാണ് ചിപ്പിലേക്കൊക്കെ വരുന്നത്. അത് നേരെ ചിപ്പിലേക്ക് വരുന്നതും കാർഡിൽ വരുന്നതും ഉണ്ട്. ബോത്ത് ആർ സെയിം. അത് ഈ ഇൻഫർമേഷൻ കിട്ടുമ്പോഴേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോ ഒരാളെ കയ്യിൽ കിട്ടിയ ഉടനെ അവൻ അതിന് റിട്രീവ് ചെയ്ത് എടുക്കും. ഇതും തന്നെ അവൻ $5 $10 വിൽപ്പന നടത്തും. കാരണം ഒറിജിനലാണല്ലോ. ഇത് ആരറിയുന്നില്ല, പാവം ഈ വിറ്റ ആൾക്കാരത് അറിയുന്നില്ല. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെനിക്ക് പറയാനുള്ളത്, അങ്ങനത്തെ ഫോട്ടോ എടുക്കാതിരിക്കുക. ഇനി ഇൻ കേസ് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ സാർ പറഞ്ഞ പോലെ ചിപ്പിലേക്കാണെന്ന് ഉറപ്പ് വരുത്തുക. മൊബൈലിൽ എടുക്കുന്ന സമയത്ത്, എടുക്കുന്നതിന് മുൻപ് ഉറപ്പ് വരുത്തണം. ആ പ്രോഗ്രാം അങ്ങനെ സെറ്റ് ചെയ്യണം. ഞാൻ എടുക്കുന്ന മുഴുവൻ ഡാറ്റകളും നേരിട്ട് ഡയറക്റ്റ് എൻ്റെ ചിപ്പിൽ സ്റ്റോർ ചെയ്യട്ടെ എന്ന് അതിലേക്ക് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിടണം. എന്നാലാണ് ആ ചിപ്പിലേക്ക് ആ ഫോട്ടോ വരിക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോൺ എന്ത് ചെയ്യുക? നമുക്ക് വിൽപ്പന നടത്താം. ഈ ചിപ്പ് എന്ത് ചെയ്യണം? ആർക്കും കൊടുക്കരുത്. അതും പഴയ വിലക്ക് വിൽക്കുന്നുണ്ട്. ഇവിടെ ചിപ്പ് വരെ ഇന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. ചെറിയ പൈസക്ക് പഴയ ചിപ്പ് കിട്ടും. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്. പിന്നെ പ്രേക്ഷകരോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ എന്ത് ചെയ്യരുത്? ആ ചിപ്പ് നശിപ്പിക്കും. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം, ഈ ചിപ്പുള്ള മൊബൈൽ എന്ന് പറയുന്നത് അല്പം സാമ്പത്തികമായി വില കൂടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ വിവിധ കമ്പനികൾ ഏറ്റവും സാധാരണക്കാരന് മൊബൈൽ പ്രാപ്യമാക്കി കൊടുക്കാം എന്നുള്ള രീതിയിൽ ക്യാമറയോടുകൂടിയുള്ള മൊബൈൽ എന്ന രീതിയിൽ കുറഞ്ഞ സംഖ്യയ്ക്ക് വിൽക്കുന്ന മൊബൈലുകൾ പലതും സ്വന്തമായി ഒരാൾക്ക് സ്വയമേവ ചിപ്പ് നശിപ്പിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ള ഫോണിനെ ഏത് രീതിയിലാണ് നാം? സത്യത്തിൽ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ ചിപ്പും വേണ്ട, ക്യാമറയും വേണ്ട, MP3 വേണ്ട, റേഡിയോ വേണ്ട, മൾട്ടിമീഡിയ വേണ്ട, കളർ വേണ്ട, ഹലോ ഞാൻ ഇവിടെ ഉണ്ട് സുഖമാണെന്നുള്ള നമ്പർ കാണണം, വിളിക്കണം, ഇത്രേ ആവശ്യമുള്ളൂ. ഇതാണ് ഒരാൾക്ക് വേണ്ട ഫോൺ എന്ന് പറയുന്നത്. പക്ഷെ ഫോണല്ല ഇന്ന് വില്ലൻ. ആ ഫോണിലെ മറ്റു ഫീച്ചറാണ് ഇന്ന് വില്ലൻ. ഫോണിന് വലിയ പ്രശ്നമില്ല.
അപ്പൊ ഈ ഇത്തരം ക്യാമറയും ചിപ്പുള്ള ഫോണുകൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക, അവിടെയാണ് അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ. ഇപ്പൊ ഈ അടുത്ത ദിവസം അമ്പലപ്പുഴയില് 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് തൻ്റെ അടുത്ത വീട്ടിലെ ഒരു സഹോദരിയുടെ കുളിക്കുന്ന രംഗങ്ങൾ ക്യാമറയിൽ പകർത്തിയതാണ്. അത് സമൂഹത്തിനിടയിൽ അറിയുകയും